സക്സസ് സബോട്ടേഷ് മൈൻഡ് സെറ്റ്, അതായത് വിജയം സ്വയം തകർക്കുന്ന നിങ്ങളുടെ മനോഭാവം. ഇതിൽ ഏറ്റവും പ്രധാനം സെൽഫ് ഡൗട്ടാണ്. നിങ്ങൾക്ക് സ്വയം സംശയം തോന്നുക. നമ്മുടെ നേട്ടങ്ങളെ അതെങ്ങനെ തകർക്കുന്നു എന്ന് നമുക്ക് നോക്കാം. എന്താണ് സക്സസ് സബോട്ടേഷ് മൈൻഡ് സെറ്റ്? അവബോധമില്ലാതെ അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ നമ്മളെ തന്നെ പിന്നോട്ട് വലിക്കുന്ന സ്വയം സംശയം. അവസരങ്ങൾ വരുമ്പോഴാണ്, കൂടുതൽ അവസരങ്ങൾ വരുമ്പോൾ ഇത് കൂടുതലായി നമുക്ക് കാണപ്പെടുന്നു. കഴിവില്ലായ്മയല്ല, ഭയമാണ് അതിന് കാരണം എന്ന് കൃത്യമായി മനസ്സിലാക്കണം. സ്വയം സംശയം ഉണ്ടാകുന്ന കാരണങ്ങൾ, അത് നമുക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതിനു മുമ്പ് നമ്മൾ അനുഭവിച്ച പരാജയങ്ങൾ, മറ്റുള്ളവരുടെ വിമർശനങ്ങളും നിഷേധാത്മകമായ അനുഭവങ്ങളും, മറ്റുള്ളവരുമായി നമ്മളെ സ്വയം താരതമ്യം ചെയ്യുക, അത്യധികം പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കാരണം പരിപൂർണത തേടുക എന്നുള്ളതാണ് ഇതിന് കാരണം, സ്വയം സംശയത്തിന് കാരണം. അടുത്തതായി വരുന്നത് ഉള്ളിലെ വിമർശക ശബ്ദം, ഇന്നർ ക്രിട്ടിക് വോയിസ്. നിങ്ങളെ വിമർശനം ചെയ്യുന്ന നിങ്ങളുടെ തന്നെ ഉള്ളിലെ ശബ്ദം. ഞാൻ ഇനിയും തയ്യാറായിട്ടില്ല എന്നുള്ള ചിന്ത. എന്നേക്കാൾ നല്ല അറിവും കഴിവും ഉള്ളവർ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്നവർ അങ്ങനെയുള്ളവരുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഉദ്യമത്തിൽ, ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ ഉദ്യമത്തിൽ പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നുള്ള തോന്നൽ. ഈ സംഭവം യുക്തിപരമായി ഒരു പക്ഷേ തോന്നാമെന്നുണ്ടെങ്കിലും എന്നിൽ വളരെയധികം ഭയം ഉണ്ടാക്കുന്നു. സ്വയം സംശയം നമ്മുടെ വിജയത്തെ സബോട്ടേഷ് ചെയ്യും, തകർക്കും. അതിന് നമ്മൾ ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുന്ന സാഹചര്യം, അതായത് പ്രോക്രാസ്റ്റിനേഷൻ. നല്ല അവസരങ്ങൾ ഒഴിവാക്കുക. വളരെയധികം തയ്യാറെടുപ്പ് നടത്തും, പക്ഷെ ഒരു സ്റ്റാർട്ട് ഉണ്ടാവില്ല. സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് മടി വരും. പകുതിയിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. വിജയത്തെ നമ്മൾ പേടിക്കും, ഫിയർ ഓഫ് സക്സസ്. കൂടുതൽ ഉത്തരവാദിത്വം വരും എന്നുള്ള ഭയമാണ് ഏറ്റവും പ്രധാനം. ജീവിതം മാറുമോ, ഇപ്പോഴുള്ള ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മാറിപ്പോകുമോ എന്നുള്ള ഭയം. അതേപോലെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കും, ഞാൻ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ, കൂടുതൽ നല്ല രീതിയിൽ ജോലികൾ ചെയ്യുമ്പോൾ ആളുകൾ എന്നെ ശ്രദ്ധിക്കും എന്നുള്ള ആ ഒരു ഭയം. ഇതെല്ലാം കാരണം നമ്മുടെ കോൺഫിഡൻസിലേക്ക് ഗ്യാപ്പ് വരുന്നു, ആത്മവിശ്വാസത്തിൽ വിടവുകൾ വരുന്നു. കഴിവുകൾ വേഗത്തിൽ വളരും എന്നുള്ളൊരു ആത്മവിശ്വാസക്കുറവ്. ആത്മവിശ്വാസം, കഴിവുകൾ വേഗത്തിൽ വളരുമെങ്കിലും ആത്മവിശ്വാസം പുറകിലാവുകയാണ് ചെയ്യുക. മേ ബി തയ്യാറായാൽ തുടങ്ങാം, ഇപ്പൊ വേണ്ട, കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോട്ടെ, അതിനുശേഷം തുടങ്ങാം എന്നുള്ളൊരു മനോഭാവം നമുക്ക് വരികയും ചെയ്യും. സെൽഫ് സബോട്ടേഷൻ എന്നുള്ളത് ഒരു ചാക്രിക പ്രക്രിയയാണ്. അവസരം നമുക്ക് ലഭിക്കുന്നു. അവസരം ലഭിക്കുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെയുള്ള സെൽഫ് ഡൗട്ട്, സംശയം ആരംഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ അവസരത്തിൽ പ്രവർത്തിക്കുവാൻ വൈകുന്നു. അതിൽ തന്നെ പശ്ചാത്താപം, പ്രവർത്തിക്കാൻ വൈകിയല്ലോ, ഞാനിങ്ങനെ സംശയങ്ങളെല്ലാം എനിക്ക് വരുന്നുണ്ടല്ലോ എന്നുള്ള പശ്ചാത്താപം വർദ്ധിക്കുന്നു. ഈ ചാക്രിക പ്രക്രിയ കൂടുതൽ ശബ്ദമാകുമ്പോൾ സെൽഫ് സബോട്ടേഷ്, സ്വയം സംശയവും സ്വയം തകർക്കലും പൂർണ്ണമാവുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സെൽഫ് സബോട്ടേഷ് പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വയം ശ്രദ്ധ തിരിക്കൽ, അതായത് ഡിസ്ട്രാക്ഷൻ, ഫോണിലോ സോഷ്യൽ മീഡിയയിലോ കൂടുതൽ സമയം ചെലവാക്കുക. നെഗറ്റീവ് സെൽഫ് ടോക്ക് അതിന്റെ ലക്ഷണമാണ്. അസാധ്യമായ ലക്ഷ്യങ്ങൾ വയ്ക്കുക എന്നുള്ളത് അതിന്റെ ലക്ഷ്യമാണ്. സുരക്ഷിതമായ വഴികൾ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതും അതിന്റെ ലക്ഷണമാണ്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പൊതുവെ എനിക്കതിനൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതിന് കാരണം എന്തൊക്കെയായിരിക്കാം? ഇതെല്ലാം യാഥാർത്ഥ്യ ബോധം പോലെയാണ് തോന്നുക. ഇതെല്ലാം ഉള്ളതാണ്, ഇതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് തോന്നും. ഇതെല്ലാം ലോജിക്കാണല്ലോ എന്ന് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും. കൂടാതെ ഇതെല്ലാം യാന്ത്രികമായി സംഭവിക്കുകയും ചെയ്യും. ഇനി സക്സസ് സബോട്ടേഷ് നമുക്ക് മാറ്റിയെടുക്കാനും കഴിയും. അതിനുള്ള വഴികളെ കുറിച്ച് നോക്കാം. നമ്മുടെ സംശയം എപ്പോഴും നോട്ടീസ് ചെയ്യണം. എന്തൊക്കെയാണ് സംശയങ്ങൾ വരുന്നത്, പക്ഷേ അവയെ ഒരു കാരണവശാലും അനുസരിക്കരുത്. ചെറുതായെങ്കിലും പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞ പ്രോക്രാസ്റ്റിനേഷൻ വരുമ്പോൾ കുറച്ചെങ്കിലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം, കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി വെക്കാം എന്നുള്ള മനോഭാവം കൊണ്ടുവരിക. സെൽഫായിട്ട് സംസാരിക്കുന്ന സെൽഫ് ടോക്ക്, സ്വയം സംസാരിക്കുന്ന വാക്കുകൾ, അതിന്റെ അർത്ഥം മനസ്സിലാക്കി അത് എഴുതി വെച്ച് തിരുത്താൻ ശ്രമിക്കുക. പെർഫെക്ഷനിസം അല്ല, പ്രോഗ്രസ് ആണ് പ്രധാനം എന്ന് തിരഞ്ഞ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഐഡിയയിലേക്ക് വരിക. പ്രധാനമായി നമ്മൾക്കുണ്ടാകേണ്ട മനോഭാവ മാറ്റം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ ആത്മവിശ്വാസം വരുള്ളൂ, ആത്മവിശ്വാസം കൂടിയിട്ട് വർക്ക് ചെയ്യാം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്.
പരാജയം എപ്പോഴും കൂടുതൽ മുന്നേറുവാനുള്ള ഓരോ തോൽവിയും വിജയത്തിന്റെ ചവിട്ടുപടിയാണ് എന്നുള്ള ആപ്തവാക്യം മറക്കരുത്. വളർച്ച എപ്പോഴും കംഫർട്ട് സോണിന്റെ പുറത്താണ്. കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് കടന്നാൽ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ. അവസാനമായി, നിങ്ങളിൽ ഒരിക്കലും കഴിവുകൾ കുറവല്ല. നിങ്ങൾ കേപ്പബിൾ ആണ്. നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് തകരാർ ഒന്നുമില്ല. നിങ്ങൾ തകർന്നിട്ടുമില്ല. സ്വയം സംശയം എപ്പോഴും സാധാരണമാണ്. പക്ഷെ തീരുമാനമെടുക്കുന്നത് സ്വയം സംശയമല്ല, നിങ്ങളുടെ അറിവാണ്, കഴിവാണ്. ഇതെല്ലാമാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് അറിവുണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് തീരുമാനമെടുക്കേണ്ടത്. സെൽഫ് സബോട്ടേജ്, നിങ്ങളുടെ വിജയം സ്വയം തകർക്കുന്ന മനോഭാവത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണിത്. ഇത് കണ്ടതിൽ നിങ്ങളെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. നന്ദി, നമസ്കാരം.